എന്റെ ഒരു ഡ്രീം എന്താ ചോദിച്ചാൽ ഐ ജസ്റ്റ് വാണ്ട് ഗെറ്റ് മാരീഡ്. അതൊരു സ്വപ്നമാണ്. ഐ ജസ്റ്റ് വാണ്ട് ഗെറ്റ് മാരീഡ്. ഞാൻ പറഞ്ഞ ലൈക്ക് എന്റെ ഒരു ക്രഷിന് ഐ ജസ്റ്റ് വാണ്ട് ഗെറ്റ് മാരീഡ് ആൻഡ് ഗെറ്റ് സെറ്റിൽ. ഞാൻ വിചാരിച്ച ബിഗ് ബോസിൽ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടത്. അതായത് സ്പെഷ്യലി ഗേൾസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ഭയങ്കര മോശം പേര് വരും, അങ്ങനെ എങ്ങനെയെന്നാ അറിഞ്ഞിരുന്നു. ഇത്തരം പരാമർശങ്ങളൊക്കെ സിബിന്റെ വിഷയങ്ങളും ബിഗ് ബോസ് സൈഡ് ഭയങ്കര ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യോ എന്ന് എന്റെ മൈൻഡിലുള്ളൂ. അവരങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? വീടിനെ പറ്റി പറഞ്ഞ വിഷയങ്ങൾ പിന്നീട് അത് വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ കേസ് അതെനിക്ക് പുറത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണോ? എന്റെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്കിപ്പം വീഡിയോസിൽ ഇപ്പം അവര് വരാത്തോണ്ടാ. എന്റെ ഫാമിലി ഹാപ്പിയാണ്, എന്റെ പാരന്റ്സ് ഹാപ്പിയാണ്, ടോട്ടൽ എല്ലാ രീതിയിലും എനിക്ക് കിട്ടിയൊരു പോസിറ്റിവിറ്റി. ഞാൻ പലപ്പോഴും പറഞ്ഞ എന്റെ ചെക്കൻ ഈവൻ അവരുടെ ഫാമിലിയിലോട് പോലും അത് ഞങ്ങൾ ഒഫീഷ്യൽ ആവുന്ന സമയത്ത് നോറ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ജിൻഡോയെ തേച്ച് വിളിച്ച് ആക്രമിച്ച് ഒരുതരം ചൊറിയാമ്പുഴു, ഒരു ഡസൻ ചൊറിയാമ്പുഴു ചേർത്ത് കഴിച്ച് കെട്ടിയാണ് പുള്ളിക്കാരത്തിലെ കയ്യിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുന്ന പെർസ്പെക്റ്റീവും ഉള്ളത്തെ പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഈ ഒരു മറുപടി പറഞ്ഞതിനെ പറ്റി എനിക്ക് നിലവാരമില്ലാത്ത ഒരു കാര്യം ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നുള്ളൂ. ആൻഡ് ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ തന്നെ തോന്നുന്നില്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പുറത്തിറങ്ങിയ സമയത്ത് കൃത്യമായിട്ട് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാ അല്ലെ? അകത്ത് കണ്ട കാഴ്ചകളല്ല കുറെയൊക്കെ പുറത്തു വരുന്ന സമയത്തും മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലൊക്കെ തന്നെയായിരുന്നു നിങ്ങൾ അകത്തുണ്ടായിരുന്ന സമയത്തും പുറത്തും ബിഗ് ബോസ് ചർച്ച ആയതും വിവാദമായതൊക്കെ അറിഞ്ഞിരുന്നു? ഇത്തരം പരാമർശങ്ങളൊക്കെ സിബിന്റെ വിഷയങ്ങളും ഇല്ല ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇല്ല. അത് ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു. അതിനെ പറ്റി ആ സൈഡ് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ബിഗ് ബോസ് സൈഡ് ഭയങ്കര ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യോ എന്ന് എന്റെ മൈൻഡിലുള്ളൂ. അവരങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? ശരിക്കും ഇപ്പൊ അവിടെ നിന്നുള്ള പോലെ ഇപ്പൊ വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ ക്യാരക്ടർ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഗെയിം എന്താണെന്നും കുറെ കൂടെ കണ്ടിട്ട് വരുന്നതാണ്. അപ്പൊ അത്തരത്തിൽ അവിടെ വന്ന സമയത്ത് നന്നായി ഗെയിം ചെയ്തിരുന്ന ഒരാളായിരുന്നു സിബിൻ എന്നുള്ളത്. ഈവൻ ഞാൻ നല്ല ഗെയിമർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സിബിൻ ചേട്ടനായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി എവിടെയാ പിന്നീട് ആളെ മാറിയത് എവിടെയാന്ന് തോന്നിയിട്ടുണ്ടോ? വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് സിബിൻ ചേട്ടൻ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി. പക്ഷെ എനിക്ക് അതായത് സിബിൻ ചേട്ടൻ ആണോ പോയത് അല്ലെങ്കിൽ ബിഗ് ബോസ് അതിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് കൺഫെഷൻ റൂമിലുള്ള കോൺവെർസേഷൻ അല്ലേ. അപ്പം അതിൽ ആര് ഡെസിഷൻ ആണ്, ആരാണ് പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതാക്കിട്ടോ, അതായത് എനിക്ക് ആ സൈഡും അറിയില്ല ഈ സൈഡും എനിക്ക് അറിയാത്തതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃത്യമായിട്ട് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും സ്റ്റോറികളും പിന്നീട് ചർച്ചയായിട്ടുണ്ട്. നോറയെ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ സ്റ്റോറി കഥയെ പറ്റി വീടിനെ പറ്റി പറഞ്ഞ വിഷയങ്ങൾ പിന്നീട് അത് വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ അത് എനിക്ക് പുറത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അത് ലൈക്ക് അത് ആരൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ ഇതാക്കിയോ, അത് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ഡിഫേമേഷൻ കേസ്. സോ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക്. അത് ലൈക്ക് എന്താ പറയാ, എനിക്ക് ഇനി ഈ ഒരു ഇന്റർവ്യൂവിൽ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ താല്പര്യം. ബിക്കോസ് അത് ആ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. ലൈക്ക് കേസിലായിട്ട് ഇറങ്ങിയ ശേഷമായിട്ട് കൊടുത്തതാണ്, നോറേറ്റ് കൊടുത്തതെന്നുള്ള രീതിയിലേക്ക്. പിന്നെ ഡിഫമേഷൻ അല്ലേ ഉണ്ട്. അതിൽ നിന്ന് മാറ്റം വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്താ ശരിക്കും അകത്ത് കണ്ടിട്ട് പുറത്തു വന്നിട്ട് കണ്ട ഷോനെ പറ്റിയിട്ട് മാറ്റം എന്ന് പറയാൻ എനിക്ക് അങ്ങനെ കണ്ട രീതിയിലേക്ക് ആയിരുന്നില്ല പുറത്തു വന്നിട്ടുള്ള ഒരു വീക്ഷണവും. അങ്ങനെയല്ലല്ലോ. ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാരും ചിന്തിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ഒരു കൂട്ടം ആളുകളുടെ തീരുമാനമാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്. സോ അത് ഞാൻ പറഞ്ഞേ, അതെന്താണോ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ഡിസിഷൻ അതാണ്, എന്റെ ഡിസിഷൻസ് അതായോണ്ട് ആ രീതിയിൽ ഞാൻ കളിച്ചു. 91 ഡേയ്സ് അതവിടെ കഴിഞ്ഞു. പിന്നുള്ളത് അങ്ങനെ പോയി. ബിഗ് ബോസ് അകത്തിന് പോകുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ അവരുടേതായിട്ടുള്ള പാഷനും ഫ്യൂച്ചറും എന്നൊക്കെ വരുമ്പോൾ എവിടെയൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് ഷോ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലേക്ക് നോറ ശരിക്കും ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് ഏ രീതിയിലാണ് അത് ബാധിക്കാൻ പോകുന്നത്? ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ? എനിക്ക് നെഗറ്റീവായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുള്ളത് അത് ബിഗ് ബോസ് കാരണമുള്ള നെഗറ്റീവ് അല്ല, അത് കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ലെറ്റ് ഇറ്റ് ബി. അല്ലാതെ ബിഗ് ബോസ് കാരണം എനിക്കൊരു നെഗറ്റീവ് വന്നിട്ടില്ല.
ഏത് തരത്തിലാ ബിഗ് ബോസ് ഷോയെ നോറ കണ്ടത് എങ്ങനെയാ, ഏത് രീതിയിലായിരുന്നു? ഞാൻ വിചാരിച്ച ബിഗ് ബോസിൽ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടത്. അതായത് സ്പെഷ്യലി ഗേൾസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ഭയങ്കര മോശം പേര് വരും, അങ്ങനെ എങ്ങനെയെന്നാ. പക്ഷെ ഞാൻ വന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെച്ചാൽ ഞാൻ എന്റെ ഫാമിലിനായിട്ട് പോലും അത്ര സിങ്ക് ആയിട്ടുള്ള ഒരു ടൈമിലല്ലായിരുന്നു. പക്ഷേ എന്താ പറയാ, അവിടുന്ന് ഞാൻ തിരിച്ചു വന്ന ശേഷം എന്റെ ഫാമിലി ഭയങ്കര പ്രോഗ്രസീവ് ആയി. ഇപ്പൊ എന്റെ ഫാമിലി എന്നോട് പറയുന്ന ഒരു 4-4 ഫിലിംസിലൊക്കെ പോയി അഭിനയിക്കുന്ന എന്നോട് ഇങ്ങോട്ട് പറയാം. ആദ്യം ഇത്തരത്തിൽ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ല, എനിക്ക് അന്നും ഇല്ല, അന്നും ഇന്ന് എനിക്ക് മൂവിനോട് ഒരു പാഷനും ഒന്നും ഇല്ല. എനിക്ക് എന്റെ കുറച്ച് ടാലൻസ് ഷോക്കേസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞോണ്ട് എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഭയങ്കര കംപ്ലീറ്റ് ഫീൽഡിലാണുള്ളത്. അപ്പം എന്റെ ഫാമിലി ഈ ഒരു ഇത്ര പെർട്ടിക്കുലർ ടൈമിൽ ഇത്ര പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഏതെങ്കിലും ഗേൾസ് ഉണ്ടെങ്കിലും, ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, ആരായാലും നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവാ. ഇനിയിപ്പോ ബിഗ് ബോസ് എന്നുള്ള കാര്യം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നല്ല ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും, നിങ്ങൾക്ക് മോശം ചെയ്താൽ നിങ്ങൾ മോശം റിസൾട്ട് വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസ് അല്ല അത് തീരുമാനിക്കുന്നത്. നമ്മളാണ് നമ്മളെ ലൈഫിനെ നല്ലതാക്കുന്നതും ചീത്തതാക്കുന്നതും. സോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ ഒരു പാഷനും അല്ലെങ്കിൽ കുറെ കൂടി ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ശരിക്കും അത് ലൈഫിൽ മോശമായിട്ട് നോറെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായിരുന്നു കുറെ കൂടി മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു? എന്നൊന്നും മോശമായിട്ട് ബാധിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇത്തരം ഇൻട്രസ്റ്റുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിലാണെന്നുണ്ടെങ്കിലും എക്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ കേസ് ആയിട്ട് പോയിട്ട് ഇത് ഇനി ഒരു ഡിസ്കഷൻ ആ വിഷയം എന്നുള്ള രീതിയിലേക്കും ഇതുമായി ബന്ധപ്പെട്ടാണോ? ഇത് ബിഗ് ബോസ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് അല്ലാത്ത പേഴ്സണൽ സംഭവമാണ്. ബിഗ് ബോസ് ആയിട്ട് ഷോകളല്ല. ഇല്ല, അത്തരത്തില് അതുമായി കണക്ട് ചെയ്തല്ലാതെ എവിടേക്കോ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടി എന്ന രീതിയിലേക്ക് ഫേസ് ചെയ്യേണ്ട വരേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് അല്ലെ. അത് എന്റെ ഫാമിലി അത്ര ഓർത്തഡോക്സ് ആയതുകൊണ്ട് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈവൻ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാനായി നിൽക്കുന്ന കണ്ടിട്ടും അവർക്ക് എന്റെ ഒരു വ്യക്തിത്വത്തെ ഒരു 24 hours കണ്ടപ്പം അവര് അത് അക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര, അതായത് ചിലപ്പോ വിചാരിക്കല്ലോ നമ്മളിപ്പം പോയാൽ അവർ അങ്ങനെ തെറ്റുകളിലേക്ക് പോവോ അല്ലെങ്കിൽ മോശമായിട്ട് പോവോ, അങ്ങനെയൊക്കെ പല ഇൻസെക്യൂരിറ്റീസ് പാരന്റ്സിന്റെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷെ അവിടെ 91 days ഞാൻ നിന്ന രീതി കണ്ടപ്പം അവരതിൽ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും അങ്ങനെ നിന്ന് ഇത്ര ദിവസം നിന്ന് കാണുകയാണ് അല്ലെ, ഒരു മകളെ എന്നുള്ള രീതിയിലേക്ക് അവിടെ കാണും. പക്ഷെ ഇത്രയും നാൾ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. സോ ഇത്ര ഒപ്പം നാൾ ഉണ്ടായിരുന്ന ഒരു മകളെ മനസ്സിലാക്കാതെ ശരിക്കും അവിടെ വന്നൊരു 91 days ആണോ അവർക്ക് ഹെൽപ്ഫുൾ ആയത്? അത് എന്താ വെച്ചാല്, അതായത് 22 years അവരെന്നെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ ഒന്നല്ല. ഒരു പർട്ടിക്കുലർ ടൈമില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കം, അതായത് ബിഗ് ബോസ് വരുമ്പോഴുള്ള പിണക്കല്ല, ആ ഒരു പിണക്കം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് കാരണം ആ പിണക്കം എന്തായി മാറിക്കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ എത്രയോ വർഷമായി, അതായത് ഇന്നെ കഴിഞ്ഞ സീസണിലേക്ക് വിളിക്കുന്ന സമയത്താണെങ്കിൽ പോലും അന്ന് ഞാൻ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആ ആളോട് പോലും ഞാൻ എന്റെ വിഷമങ്ങൾ പറഞ്ഞത് ഈ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പിണക്കം മാറി കിട്ടി. അത് ഈ ഒരു ഷോ കൊണ്ട് എനിക്ക് കിട്ടിയൊരു ഗുണമാണ്. അപ്പൊ ചില ആളുകൾ ഞാൻ അത് അങ്ങനെ എടുത്താ ഇങ്ങനെ എടുത്താ പറയുമ്പം എന്റെ ഇപ്പുറത്തേക്ക് നോക്കുമ്പം എനിക്കിപ്പം വീഡിയോസിൽ ഇപ്പം അവര് വരാത്തോണ്ടാ എന്റെ ഫാമിലി ഹാപ്പിയാണ്, എന്റെ പാരന്റ്സ് ഹാപ്പിയാണ്, ടോട്ടൽ എല്ലാ രീതിയിലും എനിക്ക് കിട്ടിയൊരു പോസിറ്റിവിറ്റി. ഈവൻ എന്റെ ഞാൻ പലപ്പോഴും പറഞ്ഞ എന്റെ ചെക്കൻ ഈവൻ അവരുടെ ഫാമിലിയിലോട് പോലും അത് ഞങ്ങൾ ഒഫീഷ്യൽ ആവുന്ന സമയത്ത് ഒരാളെ വിശേഷിപ്പിക്കുമ്പോ അല്ല അത് അത് എന്താ പറയാ ഒഫീഷ്യൽ ആവുന്ന സമയത്ത് ശരിക്കും അറിയില്ല. പക്ഷെ ചെക്കൻ എന്നുള്ളത് വീഡിയോകളിലൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് അല്ലെ, അറിയുന്നുണ്ട്. ഫാമിലി ആണെങ്കിൽ തീരുമാനിച്ച കാര്യമാണ് അല്ലെ. ഫാമിലി തീരുമാനിച്ചത് ഞാനിപ്പോ ബിഗ് ബോസിൽ പോയി വന്ന ശേഷമാണ് ഈവൻ അവരുടെ ഫാമിലിയിലുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചത്. ശരിക്കും റിവീൽ ചെയ്യാത്ത എന്തുകൊണ്ട്? ശരിക്കും ഒഫീഷ്യൽ മാരേജ് കഴിഞ്ഞിട്ടാണെന്നുള്ളതുകൊണ്ടാണോ? അല്ല, ഒഫീഷ്യലായിട്ട് ഡിസിഷൻ വന്നില്ലേ ശരിക്കും മാരേജ് ചെയ്യാൻ? ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി റിവീൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഓവർ പബ്ലിഷ് ചെയ്യാൻ എനിക്ക് ഇപ്പൊ താല്പര്യമില്ല. ഞാൻ ചെയ്യൂ അത് ആ റൈറ്റ് ടൈമില്. മേക്ക് ഇറ്റ് പ്രൈവറ്റ്. ശരിക്കും ഒരു പബ്ലിക് ഫിഗർ ആവുന്ന സമയത്ത്, സെലിബ്രിറ്റി പരിവേഷങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് എവിടേക്കും നമ്മുടേതായിട്ടുള്ള പ്രൈവസി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് തുറന്ന് പോവും അങ്ങനെ തോന്നുന്നുണ്ട്? ശരിക്കും അതിനെ ഭയക്കുന്നുണ്ടോ? ഭയക്കുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയാലാണ് ആ ഒരു പ്രശ്നം. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാനേ, ഇപ്പം തിരിച്ചു വന്ന സമയത്ത് ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയാൽ അത്രയും മീഡിയാസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് എന്താണ്?
കോഴിക്കോടാണ്. എനിക്കിപ്പം ആ ഒരു മീഡിയ അറ്റൻഷനും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊച്ചിയിൽ പോയി അത്രയും മീഡിയാസിന് റെസ്പോണ്ട് കൊടുത്ത് പുറമേ ഒന്നും കൂടി ഹാഷ് ബിഷ് ആക്കി എനിക്ക് ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഇറങ്ങിയിരുന്നു. ബട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്ത്, ഈവൻ അവിടേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിലും അവിടെയുള്ള ഓൺലൈൻ മീഡിയാസും ഒരുപാട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോടും പറഞ്ഞില്ല, ചെക്കനെ മാത്രം വിളിച്ച് അവന്റെ അടുത്ത് മാത്രം പോയി ചെന്ന് കണ്ട. അത്ര നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ ഭയങ്കര വലിയ പബ്ലിക് ആയിട്ടുള്ള ഫിഗറോ ഒന്നല്ല ഞാൻ, ലൈക് പബ്ലിക് ഫിഗർ ഒന്നല്ല ഞാൻ. പക്ഷെ ഇത്രത്തോളം ദിവസമായി നിന്നുള്ളതാണ് 91 കിട്ടിയ റീച്ച് ചെറുതല്ലോ. റീച്ച് ചെറുതല്ല, പക്ഷെ നമുക്ക് നമ്മളെ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റ് ആക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളെ കൺട്രോളാണ്. ബിക്കോസ് അത്രയും ആളുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടെന്ന് അവർ അറിയിച്ചാലല്ലേ അവർ വരുള്ളൂ. അല്ലാതെ തെന്നാല അശരീരി ഒന്നും വരില്ലല്ലോ നോറ അവിടെ എത്തുന്നുള്ളത്. സോ ഞാൻ അവരെ അറിയിക്കാതെ ശരിക്കും അത്തരത്തിലെ ലൈവായിട്ട് നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പല അപ്ഡേറ്റ്സും കാണാറുണ്ട് അല്ലെ. ഇപ്പൊ ഇവൻ കല്യാണം കൂടാൻ പോയത് വരെ ചിലപ്പോൾ കാണും അല്ലെ, പ്രോഗ്രാം അറ്റൻഡ് അറിയിച്ചിട്ടായിരിക്കാം വരുന്നത് അല്ലെ. ഈ വരുന്ന സാധനം ഇത് എവിടേക്കും ഈ ആർട്ടിസ്റ്റിനെ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കണമെങ്കിൽ ഇത്രത്തോളം ലൈവായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. എനിക്ക് ലൈം ലൈറ്റിൽ നിൽക്കണം അങ്ങനൊന്നുമില്ല. അത് തെറ്റാണെന്നല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ എന്റെ കുട്ടി കുട്ടി ടാലൻസ് എനിക്ക് ഷോക്കേസ് ചെയ്യണം എന്നാണ്. അത് ഈ 91 ഡേയ്സിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ ആർട്ട് അത്രയ്ക്കും നല്ല രീതിയിൽ ആളുകൾ അംഗീകരിച്ചൊരു സംഭവമായിരുന്നു. അത് ഞാൻ അവിടുത്തെ ജസ്റ്റ് നെയിൽ പോളിഷ് ഒക്കെ വെച്ച് ചെയ്തത്. പിന്നെ പലപ്പോഴായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ബാത്റൂമിൽ മാത്രം പാടി, ഞാൻ പിന്നെ പാടുന്ന ലാലേട്ടന്റെ മുമ്പിലായിരുന്നു ഞാൻ പാട്ട് പാടുന്നത്. അതൊക്കെ വലിയ വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് അതിൽ നിന്ന് ക്ലാപ്പ് കിട്ടാന്നൊക്കെ പറയുമ്പം എന്റെ മനസ്സിന് അത് കംപ്ലീറ്റഡ് ആണ്. പിന്നെ ആണെങ്കിലും എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഞാനിപ്പം ഡാൻസ് കളിക്കുമ്പോൾ തന്നെ എന്റെ ഡാൻസിന് അത്രയും, ഈവൻ എനിക്കൊരു തവണ എന്താ പറയാ ടാസ്കിൽ ഒരു 3rd പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ആ കമന്റ് ബോക്സിൽ മൊത്തം കാണുന്നത് നോറ 2nd അല്ലെങ്കിൽ 1st ഡിസേർവ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെതാണ്. അപ്പൊ അത്രയും അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 1st 2nd ഒരു തോറ്റുപോയി എന്തായിക്കോട്ടെ, എനിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എന്റെ ആഗ്രഹങ്ങളും കംപ്ലീറ്റഡ് ആണ്. അതിനകത്ത് അംഗീകാരം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത്രത്തോളം പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നോറ അല്ലെ. സോ അത്തരത്തിൽ നോറ കളിച്ചത് പുറത്തുനിന്ന് വീക്ഷിച്ച ഒരാൾ ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടെ. എന്താ? ഓക്കെ, ആരതാണ്? ആര് വീക്ഷിച്ചതാ? നിങ്ങളതാണോ? പുറത്തുനിന്ന് ഒരാളെ മീൻസ് ആളെ തന്നെ കണ്ടോ? നോറ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ജിൻഡോയെ തേച്ച് വിളിച്ച് ആക്രമിച്ച് ഒരുതരം ചൊറിയാമ്പുഴു, ഒരു ചൊറിയാമ്പുഴല്ല, ഒരു ഡസൻ ചൊറിയാമ്പുഴു ചേർത്ത് കഴിച്ച് കെട്ടിയാണ് പുള്ളിക്കാരത്തിൻ്റെ കയ്യിരിക്കുന്നത്. അങ്ങനെ വായി തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഒരു ഗ്യാസ് വിട്ടിട്ട് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ പറഞ്ഞതിന് ഈ വിലയെ ഞാൻ കൊടുത്തിട്ട്. രജിത് കുമാർ സീസൺ 2 ഉണ്ടായിരുന്ന ഒരാളാണ്. ഓക്കെ, ഇയാളെ പേര് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല. ആളെ കണ്ടിട്ടുണ്ടോ? സീസൺ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏതോ ഗസ്റ്റ് ആയിട്ട് ഏതോ സീസണിൽ, ഞാൻ 3 സീസൺ കണ്ടതിൽ ഏതോ ഗസ്റ്റ് ആയിട്ട് വന്ന മാതിരിക്ക് തോന്നി. സീസണിലായിട്ട് റീഎൻട്രി വന്നിട്ടുണ്ട്, റീഎൻട്രി ചെയ്തിട്ടുണ്ട്. ഏതൊരു സീസണിൽ റീഎൻട്രിക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ പേര് അങ്ങനെ അറിയില്ല. സോ കൃത്യമായിട്ട് ഷോനെ പറ്റി പറഞ്ഞതിൽ ആള് കൃത്യമായിട്ട് ഷോ വീക്ഷിക്കുന്ന ഒരാളാണ്. ഓക്കെ, പുറത്തുനിന്ന് കാണുന്ന പെർസ്പെക്റ്റീവും ഉള്ളിലത്തെ പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഈ ഒരു മറുപടി പറഞ്ഞതിനെ പറ്റി എനിക്ക് നിലവാരമില്ലാത്ത ഒരു കാര്യം ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നുള്ളൂ. ആൻഡ് ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ തന്നെ തോന്നുന്നില്ല. ഐ ഫീൽ സോ ചീപ്പ്. അവര് ചെയ്ത ഒരു നിലവാരമുള്ള ഒരു കാര്യമാണോ? അല്ല, ആണോ? അല്ല, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു. സോ അത് പറഞ്ഞിട്ടുണ്ടോ ജിന്നുവിന്റെ അടുത്ത്? അവരെന്നെ എന്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞിട്ട് നിലവാരമില്ലാത്ത കാര്യം ചെയ്തത്. അത് ഞാൻ പിന്നെ അവിടെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് നിലവാരമില്ലാത്ത കാര്യം ചെയ്തു. അത് കൊട്ടി ആഘോഷിക്കുന്ന ആളുകൾ കൊട്ടി ആഘോഷിക്കട്ടെ, അത് അവരുടെ. പിന്നെ പുറത്തുനിന്ന് വീക്ഷിച്ച് കണ്ടത് എന്നല്ല പറഞ്ഞത്, അകത്തുനിന്ന് കണ്ടതല്ലല്ലോ. സോ ലെറ്റ് ഇറ്റ് ബി. പുറത്തുനിന്ന് തന്നെയാണ് ആള്, പുറത്തല്ലേ ആള്. അപ്പൊ പിന്നെ പുറത്തുനിന്നുള്ളതല്ലേ, പുറത്തുനിന്ന് പലർക്കും പല അഭിപ്രായങ്ങളല്ലേ. അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ മാനിക്കുന്നു, സ്വീകരിക്കുന്നു. അവര് പറയട്ടെ, അവര് പറഞ്ഞ എന്റെ ലൈഫിനെ ബാധിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് എങ്ങനെയായിരിക്കും നോറ കാണുന്ന ഫ്യൂച്ചറോ? എനിക്ക് കല്യാണം കഴിക്കണം, ഫാമിലി ലൈഫ് തുടങ്ങണം, പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് സിവിൽ സർവീസ് എഴുതണം, അങ്ങനെ. സോ അതിലായിരുന്നു തുടക്കം ഉണ്ടായിരുന്നത് അല്ലേ? എവിടേക്ക് ഡ്രോപ്പ് ചെയ്തായിരുന്നു? അതോ കോവിഡ് വന്നതാ? ആണ്, കോവിഡിലാണ് മാറിയത്. എല്ലാം മാറി. ഇനി തിരിച്ചങ്ങോട്ട് സിവിൽ സർവീസിലോട്ട് തന്നെയാണ്. അതെ, ഞാൻ കൊടുത്ത വാക്കാണ് ഞാൻ അത് എഴുതുന്നുള്ളത്. പിന്നെ ഞാൻ എന്റെ 100% അതിൽ കൊടുക്കും. പ്രിലിംസ് ചെയ്തിട്ടില്ല, ബിക്കോസ് ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയാ 20 ആയിരുന്നു ഞാൻ. അപ്പൊ 21 ആയാലും നമുക്കത് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു ടൈമിൽ പറ്റിയില്ല. പിന്നെ കോവിഡ് വന്നു, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളായി.
സോ അതൊന്ന് ഇതാക്കണം. അല്ലാതെ എന്റെ ഒരു ഡ്രീം എന്താ ചോദിച്ചാൽ ഐ ജസ്റ്റ് വാണ്ട് ഗെറ്റ് മാരീഡ്. അതൊരു സ്വപ്നമാണ്. ആണ്. ഐ ജസ്റ്റ് വാണ്ട് ഗെറ്റ് മാരീഡ്. ഞാൻ പറഞ്ഞ ലൈക്ക് എന്റെ ഒരു ക്രഷിന് ഐ ജസ്റ്റ് വാണ്ട് ഗെറ്റ് മാരീഡ് ആൻഡ് ഗെറ്റ് സെറ്റിൽഡ്. അപ്പോൾ ആ സ്വപ്നം പെട്ടെന്ന് നടക്കട്ടെ. ആ സ്വപ്നം നടക്കുന്നതിന്റെ ഒപ്പം ചെക്കനെ വിശേഷിപ്പിച്ച ആളുടെ പേര് പെട്ടെന്ന് അത് ഞങ്ങൾ ഒഫീഷ്യൽ ആകുമ്പോൾ എന്തായാലും ഞങ്ങൾ അത് റിവീൽ ചെയ്യും. അതിനൊപ്പം തന്നെ നോറ എന്ന പേരിനൊപ്പം ആ 3 അക്ഷരം കൂടി കൂട്ടിച്ചേർക്കട്ടെ. IAS കൂടെ വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.